नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 64. ഭഗവാൻ ബലരാമൻ വൃന്ദാവനം സന്ദർശിക്കുന്നു. പേജ് നമ്പർ 635. വസന്തകാലമായിരുന്നതിനാൽ വിവിധ പുഷ്പങ്ങളുടെ, വിശേഷിച്ചു കൗമുദി പുഷ്പത്തിൻ്റെ സുഗന്ധം വഹിച്ചുകൊണ്ട് യമുനാ തീരത്തു കാറ്റ് മന്ദമായാണ് വീശിയിരുന്നത്. ആകാശം നിറയെ നറുനിലാവു നിറഞ്ഞു ചുറ്റിലും പരന്നൊഴുകിയിരുന്നു. ഇങ്ങനെ യമുനാ തീരം പ്രകാശമാനവും ഹൃദ്യവുമായിരുന്നു. അവിടെ ഭഗവാൻ ബലരാമൻ ഗോപികമാരുടെ സമാഗമം നന്നായി ആസ്വദിച്ചു. വരുണദേവൻ മരപ്പൊത്തുകളിൽ നിന്നൂറിവരുന്ന ദ്രവാവസ്ഥയിലുള്ള തേനിൻ്റെ രൂപത്തിൽ തൻ്റെ പുത്രിയായ വാരുണിയെ അങ്ങോട്ടയച്ചു. ഈ തേൻ കാരണം വനമാകെ സുഗന്ധപൂരിതമായി. ദ്രവരൂപത്തിലുള്ള മധുവായ വാരുണിയുടെ സുഗന്ധം ബലരാമനെ വശീകരിച്ചു. ബലരാമനും ഗോപിമാരും വാരുണിയുടെ സ്വാദിൽ അത്യന്തം ആകൃഷ്ടരായി. അവരെല്ലാവരും ഒത്തുചേർന്നു ആ മധു ആവോളം നുകർന്നു. ഈ സ്വാഭാവിക പാനീയം കുടിക്കുമ്പോൾ ഗോപിമാരെല്ലാം ഭഗവാൻ ബലരാമൻ്റെ മഹിമാനങ്ങൾ പ്രകീർത്തിച്ചിരുന്നു. വാരുണി കുടിച്ച് ഉന്മത്തനായ പോലെ ഭഗവാൻ ബലരാമൻ ഏറ്റവും സന്തുഷ്ടനായി. ഹൃദ്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണികൾ ഇളകിമറിഞ്ഞു. കാട്ടുപൂക്കൾ കൊണ്ടു കൊരുത്ത നീണ്ട മാല്യം അദ്ദേഹം അണിഞ്ഞിരുന്നു. ഈ അതീന്ദ്രിയാനന്ദം മൂലം അന്തരീക്ഷം മുഴുവൻ അതീന്ദ്രിയാനന്ദം അലയടിച്ചു. ഭഗവാൻ ബലരാമൻ അതിമനോഹരമായി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ അലങ്കരിച്ചിരുന്ന വിയർപ്പു തുള്ളികൾ പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ പോലെ ശാന്തിദായകമായിരുന്നു. ബലരാമൻ ഇങ്ങനെ ഉത്സാഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാവത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തിനു ഗോപിമാരുമൊത്തു യമുനാ ജലത്തിൽ മേളിക്കാൻ ആഗ്രഹം തോന്നി. അതിനാൽ അദ്ദേഹം യമുനയോട് അടുത്തു ചെല്ലാൻ ആവശ്യപ്പെട്ടു. ബലരാമൻ മദ്യപിച്ചിരിക്കുകയാണെന്നു കരുതി യമുന ബലരാമൻ്റെ കൽപ്പന അവഗണിച്ചു. യമുനയുടെ ഈ അവഗണനയിൽ ഭഗവാൻ ബലരാമന് ഏറെ നീരസം തോന്നി. നദീതീരത്തെ ഭൂമി മുഴുവൻ തൻ്റെ കലപ്പയുടെ കൊഴുകൊണ്ടു മാന്തിക്കീറാൻ ബലരാമനു തോന്നി. ഭഗവാൻ ബലരാമന് 2 ആയുധമാണുള്ളത്, കലപ്പയും ഗദയും. ആവശ്യമുള്ളപ്പോഴൊക്കെ അവയുടെ സേവനം സ്വീകരിക്കും.
ഇത്തവണ യമുനയെ ബലം പ്രയോഗിച്ചു സമീപത്തു കൊണ്ടുവരാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതിനാൽ കലപ്പയുടെ സഹായം തേടി. തൻ്റെ കൽപ്പന കേട്ടു അനുസരണയോടെ വന്നെത്താത്തതിനാൽ യമുനയെ ശിക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം യമുനയോട് പറഞ്ഞു, ഹേ യമുനേ, നമ്മുടെ കൽപ്പനയെ നിനക്കു വകയില്ല അല്ലേ? നിന്നെ നാം ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നീ സ്വമേധയാ നമ്മുടെ അടുത്തു വന്നില്ല. ഇപ്പോൾ എൻ്റെ കലപ്പ കൊണ്ടു നിന്നെ ബലം പ്രയോഗിച്ചു ഞാനിവിടെ വരുത്തും. നിന്നെ ഞാൻ കീറി മുറിച്ചു 100 അരുവികളാക്കി മാറ്റുന്നുണ്ട്. ഇപ്രകാരം ഭീഷണിപ്പെടുത്തിയപ്പോൾ ബലരാമൻ്റെ ശക്തിയെ ഭയന്ന് അവൾ തൽക്ഷണം നേരിട്ടു വന്നു. ആ പാദപദ്മങ്ങളിൽ വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ബലരാമ, അങ്ങു പരമശക്തനാണ്, എല്ലാവർക്കും പ്രിയങ്കരനാണ്. നിർഭാഗ്യവശാൽ അങ്ങയുടെ ഭാസുരവും പ്രോന്നതവുമായ നില ഞാൻ മറന്നുപോയി. ഇപ്പോൾ എനിക്ക് ബോധമുദിച്ചു. ഈ ലോകങ്ങളെ മുഴുവൻ അവിടുത്തെ അംശാവതാരമായ ശേഷരൂപത്തിൽ അവിടുന്ന് ശിരസിൽ വഹിക്കുന്നു എന്നു എനിക്ക് ഓർമ്മ വന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത് അങ്ങാണ്. പ്രിയപ്പെട്ട പരമപുരുഷ, 6 ഐശ്വര്യങ്ങളും നിറഞ്ഞവനാണ് അങ്ങ്. അവിടുത്തെ സർവശക്തിത്വം മറന്ന് അവിടുത്തെ കൽപ്പന അനുസരിക്കാത്തതിൽ എനിക്കു തെറ്റുപറ്റി. അങ്ങനെ ഞാൻ കുറ്റവാളിയായി. എന്നാൽ ഭഗവാനെ, ഞാൻ അങ്ങയ്ക്കു വിധേയയായി അങ്ങയിൽ ശരണം പ്രാപിച്ചിരിക്കുന്നവളാണ്. എന്നോട് പൊറുക്കണമേ. അവിടുത്തെ അഹേതുകമായ കാരുണ്യാതിരേകത്താൽ എന്നെ വെറുതെ വിട്ടാലും. ഈ വിധേയഭാവം കാണിച്ചതിനാൽ യമുനയ്ക്കു മാപ്പു ലഭിച്ചു. അവൾ അടുത്തു വന്നപ്പോൾ അവളുടെ ജലാന്തർഭാഗത്ത് ഗോപിമാരുമൊത്ത് കൊമ്പനാന അനേകം പിടിയാനകളോടൊത്തെന്ന പോലെ നീന്തിക്കളിച്ചു രസിക്കാൻ ഭഗവാൻ ബലരാമൻ ആഗ്രഹിച്ചു. വളരെ നേരം കഴിഞ്ഞു. മതിവരുവോളം ആസ്വദിച്ച ശേഷം ബലരാമൻ വെള്ളത്തിൽ നിന്നു കരയ്ക്കു കയറി. ഉടൻ തന്നെ ഒരു ഭാഗ്യദേവത അദ്ദേഹത്തിനു 1-ാം തരം പട്ടുവസ്ത്രവും വിലപ്പെട്ട ഒരു സ്വർണമാലയും കാഴ്ചവച്ചു. യമുനാ സ്നാനത്തെ തുടർന്ന് നീലവസ്ത്രം ധരിച്ച് സ്വർണമാല കൊണ്ടലങ്കൃതനായി നിൽക്കുന്ന ബലരാമൻ സർവാകർഷണീയനായി എല്ലാവർക്കും തോന്നി. ഭഗവാൻ ബലരാമൻ്റെ നിറം വെളുപ്പാണ്. യുക്തമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യുമ്പോൾ ബലരാമൻ സ്വർലോകാധിപനായ ദേവേന്ദ്രൻ്റെ വാഹനമായ ഐരാവതത്തെ പോലെ കാണപ്പെട്ടു. ഭഗവാൻ ബലരാമൻ്റെ കലപ്പയുടെ കൊഴുകൊണ്ടു മാന്തിക്കീറിയതിനാൽ യമുനാ നദിക്ക് ഇന്നും അനേകം ചെറിയ കൈവഴികളുണ്ട്. യമുനാ നദിയുടെ ശാഖകളൊക്കെ ഭഗവാൻ ബലരാമൻ്റെ സർവശക്തിത്വത്തെക്കുറിച്ച് ഇന്നും പ്രകീർത്തിക്കുന്നുണ്ട്. ഭഗവാൻ ബലരാമനും ഗോപിമാരും ഒത്തുചേർന്ന് 2 മാസക്കാലം തുടർച്ചയായി എല്ലാ രാത്രിയും അതീന്ദ്രിയ ലീലകൾ ആസ്വദിച്ചു. ആ രാത്രികളെല്ലാം കൂടി ഒറ്റ രാത്രിയായിരുന്നോ എന്നു തോന്നുമാറ് അതിവേഗമാണ് സമയം കടന്നുപോയത്. ഭഗവാൻ ബലരാമൻ്റെ സാന്നിധ്യത്തിൽ ഗോപിമാരും വൃന്ദാവനത്തിലെ മറ്റുള്ളവരും പണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെയും ഭഗവാൻ ബലരാമൻ്റെയും സാന്നിധ്യത്തിലെന്ന പോലെ അത്യന്തം ഉല്ലാസഭരിതരായിരുന്നു. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ഭഗവാൻ ബലരാമൻ വൃന്ദാവനം സന്ദർശിക്കുന്നു എന്ന 64-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.